ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വളരെയേറെ കാലം നമുക്ക് ആന്തൂര്യം എങ്ങനെ വെള്ളത്തിൽ വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ്. ഇത് കണ്ടോ, ഇതുപോലെ നമുക്ക് വീട്ടിനകത്ത് പലയിടത്ത് വെക്കാം. ഹായ്, ഞാൻ സലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഇന്ന് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് പ്രേമ മാഡം ആണ്. മാഡം നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ആന്തൂര്യത്തിൽ എങ്ങനെ നിറയെ പൂക്കളുണ്ടാകുകയും അതിൻ്റെ പരിപാലന രീതിയെക്കുറിച്ചുമൊക്കെ. അതുപോലെ ഓർക്കിഡിൻ്റെ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് കിട്ടും. ഇന്ന് നമ്മളൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആന്തൂര്യത്തിൻ്റെ പോട്ടിംഗ് മിക്സ്ചറും ഫെർട്ടിലൈസറും നടുന്ന രീതിയൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ ആന്തൂര്യം ചട്ടി മാത്രമല്ല വെള്ളത്തിലും വളർത്താമെന്ന്. അപ്പോൾ അത് ഒത്തിരി പേർ ആവശ്യപ്പെട്ടു, എങ്ങനെ ആന്തൂര്യം വെള്ളത്തിൽ നടുന്നതെന്ന്. അപ്പോൾ അതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് മിനിയേച്ചർ ആന്തൂര്യം വെള്ളത്തിൽ വളർത്തുന്നതെന്ന്. അപ്പോൾ അതിന് വെള്ളത്തിൽ വളർത്തുന്നത് എപ്പോഴും മിനിയേച്ചർ ആന്തൂര്യംസ് മാത്രമേ വെള്ളത്തിൽ വളർത്താൻ പറ്റുള്ളൂ. വലിയ ടൈപ്പ് ആന്തൂര്യം വളർത്താൻ പറ്റില്ല. ഞാനിതിപ്പോൾ രാവിലെ മഴ ആയതുകൊണ്ട് വെളിയിൽ പോയി ഒരു ആന്തൂര്യം പൊക്കി എടുത്തുകൊണ്ട് വന്നതാണ്. ഇതിൻ്റെ മണ്ണ് ആദ്യം നമുക്ക് എല്ലാം മണ്ണ് കഴുകി ഇതെല്ലാം നല്ല വൃത്തിയാക്കണം. അപ്പോൾ ആദ്യം ഇത് നമുക്കൊന്ന് കഴുകാം. അപ്പോൾ മിനിയേച്ചർ ആന്തൂര്യംസ് മാത്രമേ ഇങ്ങനെ വെള്ളത്തിൽ വളർത്താൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് കഴുകുക. മണ്ണ് കളഞ്ഞ് നമുക്ക് വേണമെങ്കിൽ പൈപ്പിൻ്റെ അടിയിലും നന്നായിട്ട് നല്ല രീതിയിൽ കഴുകണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു പഴയ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് ഇങ്ങനെ എല്ലാം ഇതിൻ്റെ വേസ്റ്റുകളും ഇതും എല്ലാം ഒന്നും പാടില്ല, എല്ലാം നല്ല രീതിയിൽ ഇത് കഴുകിയെടുക്കണം. നല്ല നീറ്റായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ആന്തൂര്യം ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ പൂക്കൾ കുറേ നാൾ നമുക്ക് വീട്ടിൽ ഇങ്ങനെ പൂവായിട്ട് 2-3 മാസം ഈ പൂക്കൾ നിൽക്കും. അപ്പോൾ ഇത് നല്ല കണ്ടെയ്നേഴ്സിൽ വീട്ടിനകത്ത് വെച്ചാൽ നമുക്ക് ടേബിളിലൊക്കെ വെക്കാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ നല്ല രീതിയിലെല്ലാം കഴുകിയെടുക്കുകയാണ്. അതുകൊണ്ട് ഒന്നും പാടില്ല, മണ്ണോ കട്ടയോ പിന്നെ ഈ പഴയ ഇത് ഒന്നും പാടില്ല. നല്ല നീറ്റായിട്ട് കഴുകുക. ഇനി നമുക്ക് ഇത് നമ്മൾ നല്ല നീറ്റായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഗ്ലാസ് കണ്ടെയ്നേഴ്സ്, നിങ്ങൾ കടയിൽ ചെല്ലുമ്പോൾ നല്ല വൈൻ ഗ്ലാസ് പോലെ ഇരിക്കുന്നതും ഇങ്ങനെ ബോൾ പോലെ ഇരിക്കുന്നതും ജഗ് പോലെ ഇരിക്കുന്ന നല്ല ഗ്ലാസ് കണ്ടെയ്നേഴ്സ് എടുക്കുക. അപ്പോൾ ഗ്ലാസ് കണ്ടെയ്നറിനകത്ത് നമ്മൾ ആദ്യം ഇത് വെക്കുന്നതിന് മുമ്പ് ഈ ചെടി ഒന്ന് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ഈ ട്രീറ്റ് ചെയ്യുന്നത് എന്തിനാണെന്നറിയാം, ഈ വെള്ളത്തിൽ വെക്കുമ്പോൾ ഈ വേര് ചീയലും ഒന്നും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഇതിനെ ഒരു ഫംഗിസൈഡിനകത്ത് മുക്കി വെക്കണം. ഇപ്പോൾ ഫംഗിസൈഡ് ഞാനിവിടെ എൻ്റെ എല്ലാ ചെടികൾക്കും ഉപയോഗിക്കുന്ന ഫൈട്രൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നീ ഫൈട്രൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സൂഡോമോണസ് എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയൽ ഫംഗിസൈഡുണ്ട്. അതിന് വലിയ ബാക്ടീരിയസിനെ വരെ കൊല്ലാൻ പവറുള്ള ഒരു ഫംഗിസൈഡാണ്. ഒന്നില്ല സൂഡോമോണസ് ശകലം വെള്ളത്തിൽ കലക്കി, അല്ലെങ്കിൽ ഫൈട്രൻ ശകലം വെള്ളത്തിൽ കലക്കി ഈ വേര് മാത്രം 1/2 മണിക്കൂർ ഫൈട്രനിൽ ഇങ്ങനെ മുക്കി വെക്കണം. വെച്ച് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എടുത്തിട്ട് നമ്മൾ പൈപ്പിൻ്റെ അകത്ത് നല്ല നീറ്റായിട്ട് ഇത് കഴുകിയെടുത്തിട്ട് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന ഗ്ലാസ് ബോളിനകത്ത് നമ്മൾ ഈ പെബിൾസ് നമുക്ക് ഈ അക്വേറിയം ഈ ഓർണമെൻ്റൽ ഫിഷസ് ഒക്കെ വിൽക്കുന്ന കടയിൽ വാങ്ങിക്കാൻ കിട്ടും. നമുക്കിഷ്ടമുള്ളതുപോലെ ഓരോരുത്തരുടെ ഭാവന അനുസരിച്ച് വാസന അനുസരിച്ച് ഇടാം. ഞാനിത് ആദ്യം കുറച്ച് വൈറ്റ് ഇടുന്നു. വൈറ്റ് ഇട്ടിട്ട് പിന്നെ വൈറ്റ് ഒരു കളർഫുൾ ആകാൻ വേണ്ടി വൈറ്റിൻ്റെ കൂടെ 2-3 റെഡും ഗ്രീനും കൂടെ ഇടുന്നു. അപ്പോൾ അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഏത് പ്ലെയിൻ വൈറ്റായിട്ട് ഇടാം, അല്ലെങ്കിൽ 2-3 റെഡും ഗ്രീനും കൂടെ ഇടാം. അങ്ങനെ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് നമ്മൾ ഈ ചെടി ഇങ്ങനെ ഇതിലോട്ട് ഇറക്കി വെക്കുക. അപ്പോൾ ഈ ചെടി സെലക്ട് ചെയ്യുമ്പോൾ ഈ പാത്രത്തിൻ്റെ വാവട്ടം അനുസരിച്ചുള്ള ചെടി വേണം സെലക്ട് ചെയ്യാൻ. വലിയ വാവട്ടം എടുത്തിട്ട് ചെടി കിടന്ന് ആടാൻ പാടില്ല. ചെടി നല്ലതായിട്ട് ഉറച്ച് നിൽക്കുന്ന പോലെയുള്ള വാവട്ടമുള്ള കണ്ടെയ്നറിൽ അതനുസരിച്ചുള്ള ചെടി വേണം തിരഞ്ഞെടുക്കാൻ. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വെള്ളം ഈ വേരുകൾ മാത്രമേ ഈ വെള്ളത്തിൽ
നിൽക്കാവുള്ളൂ. കണ്ടോ, വേരുകൾ മാത്രം വെള്ളത്തിൽ മുങ്ങി നിൽക്കാവുള്ളൂ. ഇതിൻ്റെ തണ്ടുകളോ ഇതിൻ്റെ നാമ്പോ ഒന്നും വെള്ളത്തിൽ മൂടി നിൽക്കല്ല. ഇങ്ങനെ വേര് മാത്രം വെള്ളത്തിൽ നിൽക്കാവുള്ളൂ. എന്നിട്ട് ഇങ്ങനെ അപ്പോൾ നമ്മൾ ഈ നാച്ചുറൽ ഇത് ഞാൻ എൻ്റെ കിണറ്റിലെ വെള്ളമാണ്, അതുകൊണ്ട് നേരെ ഞാൻ വെള്ളം ഒഴിച്ചു. ഇപ്പോൾ ചിലർക്ക് കിണറില്ല, ബോർവെല്ലും മുനിസിപ്പാലിറ്റി വെള്ളമൊക്കെ ആണെങ്കിൽ അതിൻ്റെ pH വാല്യൂ ഒന്ന്, അപ്പോൾ pH വാല്യൂ കൺട്രോൾ ചെയ്യുന്ന അങ്ങനത്തെ വെള്ളം നമ്മൾ കുറച്ച് കുമ്മായം ഇട്ട് ഒരു ദിവസം വെക്കുക, അടുത്ത ദിവസം അതിൻ്റെ തെളി ഊറ്റിയെടുക്കുക. അപ്പോൾ അങ്ങനെയാണ് അത്. ബോർവെല്ലും മുനിസിപ്പാലിറ്റി വെള്ളമൊക്കെ ഉള്ളവർ, കിണറ്റിലെ വെള്ളമുള്ളവർക്ക് നേരെ ഇങ്ങനെ വെള്ളം ഒഴിക്കാം. അപ്പോൾ ഇങ്ങനെ നട്ടാൽ മതി. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വേര് മാത്രമേ വെള്ളത്തിൽ മുങ്ങാവുള്ളൂ, ഈ തണ്ടും നാമ്പും ഒക്കെ മുകളിൽ നിൽക്കണം. അപ്പോൾ മാസത്തിലൊരിക്കൽ നമ്മൾ ഈ വെള്ളം മാറ്റി പുതിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ആണ് ഈ ചെടി വെക്കുന്നത്. ഇനിയിപ്പം ഞാൻ വേറെ ഇവിടെ വെച്ചിരിക്കുന്നുണ്ട് ഇനി ഒരു മിനിയേച്ചർ ആന്തൂറിയം. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ നമ്മുടെ ടേബിളിലൊക്കെ പലയിടത്ത് വെക്കാം. ഈ താഴത്തെ ഉണ്ടക്കെല്ലാം നമുക്ക് ഭംഗിയായിട്ടുള്ള ഒന്നീ പ്ലെയിൻ കളേഴ്സ് ഇടാം, അല്ലെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്തിടാം, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. അപ്പോൾ വീട്ടിൽ ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടമാണെങ്കിൽ കുഴപ്പമില്ല, നിറച്ച് പൂക്കളായിരിക്കും. പൂ കുറവാണെങ്കിൽ ഇടയ്ക്ക് ഇതിനെ ഒന്ന് എടുത്ത് ജനലിൻ്റെ ഒക്കെ അടുക്ക കുറച്ചൊരു വെയിൽ കിട്ടുന്ന പോലെ വന്നാൽ കുറച്ചധികം മൊട്ട് വരും, പിന്നെ നമുക്കെടുത്ത് ടേബിളിലൊക്കെ വെക്കാം. അപ്പോൾ ഇതാണ് മിനിയേച്ചർ ആന്തൂറിയംസ്. നമുക്കിങ്ങനെ വെള്ളത്തിലും വളർത്താൻ പറ്റും. ഇത് കണ്ടോ, ഇതുപോലെ നമുക്ക് വീട്ടിനകത്ത് പലയിടത്ത് വെക്കാം. ഇതുണ്ടോ, ഇങ്ങനെ ഇതുണ്ട്, ഇതൊരു ചെറിയ വൈൻ ഗ്ലാസ്സിനകത്താണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ വെച്ചിട്ട് നമുക്ക് വീട്ടിനകത്ത് ഇങ്ങനെ കോർണേഴ്സിൽ എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. ഇതിനകത്ത് എല്ലാ കളറുള്ള മൾട്ടി കളർ സ്റ്റോൺസാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ഐഡിയാസ് ഡിസ്ക്രിപ്ഷൻ പ്രകാരം ഏത് വേണേലും ഇടാം. ഇത് മാഡത്തിൻ്റെ വീട്ടിൽ ഉണ്ടായ ഓർക്കിഡാണ്. നിറയെ പൂക്കളോട് കൂടിയാണ് നിൽക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ തന്നെ നിങ്ങളും വെള്ളത്തിൽ ആന്തൂറിയം വളർത്തിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനിയും വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ പ്രചോദനമാവുമെന്ന് തോന്നുന്നു. ഒരുപാട് വലിയ പരിചരണമൊന്നും ഇല്ലെങ്കിലും ആന്തൂറിയം ഇതുപോലെ വെള്ളത്തിൽ നമുക്ക് കുറേ ഏറെക്കാലം നമുക്ക് വളർത്തിയെടുക്കാം. അതുപോലെ പൂക്കളും ഉണ്ടാകും. ഓഫീസിലെ ഡെസ്ക്ടോപ്പിലും അതുപോലെ തന്നെ ടേബിൾ സെൻറ്റർ പീസായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ആന്തൂര്യമാണ് മിനിയേച്ചർ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും